അങ്ങനെ നമ്മുടെ സച്ചി ഒരുവിധം കാറ് പിടിച്ച് നിർത്തിയതും നേരെ പോയി നമ്മൾ ഇടിക്കുന്നത് നമ്മുടെ അരുൺ പോലീസിൻ്റെ വണ്ടിയുമിലാണ്. വണ്ടിയുടെ ഹെൽമെറ്റൊക്കെ തെറിച്ച് വീഴുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് വരുന്നുണ്ട് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ മൺപൂർവ്വം ഇടിക്കാൻ നോക്കിയതല്ലേ, നീ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇല്ല സാറേ, എൻ്റെ കാറിൻ്റെ ബ്രേക്ക് കിട്ടാതായപ്പോൾ ഞാൻ ഒരു വിധത്തിൽ നിർത്തപ്പോൾ ഞാൻ ആ വണ്ടിയുമിൽ ഇടിച്ചതാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പറയുന്നുണ്ട്. എന്തായാലും ആ പോലീസിന് എന്തായാലും നമ്മുടെ സച്ചിയോട് ദേഷ്യമാണ്. അപ്പം അതുകൊണ്ട് ആ പോലീസ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വധശിക്ഷയ്ക്ക് കേസ് എടുക്കുകയാണ്, ഞാൻ എന്തായാലും നിൻ്റെ ലൈസൻസ് ഞാൻ റദ്ദാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ സച്ചി ഒരുപാട് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പോലീസ് കേൾക്കുന്നില്ല. വണ്ടി എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ രേവതിയും വരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് പറയുന്നത്, എന്താ സച്ചിയേട്ടാ സംഭവിച്ചതെന്നൊക്കെ പറയുന്നത്. നമ്മുടെ സച്ചി എല്ലാം സംഭവിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ നമ്മളെ ലൈസൻസ് റദ്ദാക്കുക, അങ്ങനെ അയാൾക്ക് ചെയ്യാനുള്ള ഒരു അധികാരവും ഇല്ലല്ലോ. പക്ഷേ എന്താ രേവതി ചെയ്യുക, അപ്പോൾ അയാൾ അങ്ങനെ പറയാച്ചാന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ സച്ചി ആകെ കുടുങ്ങിയ അവസ്ഥയാണ്. എന്തായാലും നമ്മൾ അരുൺ പോലീസിനെക്കാട്ടിലും വലിയ ഓഫീസർ വരുന്നുണ്ട്. അയാളോട് സംഭവിച്ചതൊക്കെ നമ്മുടെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാറേ, ഞാൻ മനഃപൂർവ്വം ഇയാളുടെ വണ്ടിയിൽ ഇടിക്കാൻ പോയതല്ല, എൻ്റെ കാറിന് ബ്രേക്ക് കിട്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ അറിയാതെ വന്ന് നിർത്തിയപ്പോൾ അയാളുടെ ബൈക്കുമ്പിൽ തട്ടിയതാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, സാറ് എങ്ങനെയെങ്കിലും എൻ്റെ ലൈസൻസ് റദ്ദാക്കാതെ നോക്കണം, എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ലൈസൻസ് തിരിച്ച് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആ പോലീസുകാരൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്തായാലും ഇപ്പം നീ സച്ചി പോയിട്ട് നാളെ രാവിലെ വായോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അയാൾ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരുൺ പോലീസാണെങ്കിൽ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചിനെ ഉന്തിയൊക്കെ ഇടുന്നുണ്ട്. നമ്മുടെ സച്ചിയാണെങ്കിൽ ആകെ വിഷമിച്ചിട്ടാണെങ്കിൽ നിൽക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.